കഴിഞ്ഞിടെ ഞാനും എന്റെ ഫ്രണ്ടും ഇങ്ങനെ റാൻഡമായി സംസാരിക്കുന്നതിടെ വന്നൊരു ടോപ്പിക്കാണ് മാരേജ് ഇസ് ചോയ്സ് ഓർ പ്രഷർ. ഏകദേശം ഞങ്ങൾ രണ്ടുപേരുടെ ഒപ്പീനിയൻ സെയിം തന്നെയായിരുന്നു. Everyone says get married, settle down and start a new life. But no one tell you how many people feel trapped after the settled life. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ മാരേജ് ഒക്കെ നൈസായിട്ടുള്ള ഒരു പ്രോസസ് ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴാണോ ഇൻഡിപെൻഡന്റ് ആവണത്, നമ്മുടെ ലൈഫിൽ എപ്പോഴാണോ ഒരു ബെറ്റർ കമ്പാനിയൻ വേണമെന്ന് നമുക്ക് തോന്നുന്നത്, ആ ടൈമിലായിരിക്കണം നമ്മളൊരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും മറ്റൊരാളുടെ പ്രഷർ കാരണമായിരിക്കരുത്. ചില ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് മാരേജ് എന്ന് പറഞ്ഞ ഒരു അച്ചീവ്മെന്റും സിംഗിൾ ആയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ഫെയിലിയർ ആയിട്ടുള്ള കാര്യമാണെന്നാണ്. പക്ഷെ ആക്ച്വലി മാരേജ് ഇസ് നോട്ട് ആൻ അച്ചീവ്മെന്റ് ആൻഡ് ബിഗിനിങ് സിംഗിൾ ഇസ് നോട്ട് എ ഫെയിലിയർ. ഈ മാരേജ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മേ ബി, ബട്ട് ചൂസിങ് വാട്ട് റൈറ്റ് ഫോർ യു ഈസ് മോർ ഇമ്പോർട്ടന്റ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോ ഓടിപ്പിടിച്ച് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന കമ്പാനിയൻ അതൊരു ബെറ്റർ പേഴ്സൺ അല്ലെങ്കിൽ ആ റിഗ്രറ്റ് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ താങ്ങേണ്ടി വരും. അപ്പൊ ഈ ഡയലോഗ് വെച്ച ആൾക്കാരില്ലേ, എന്താ മോളെ കല്യാണം ഒന്നും ആയില്ലേ, ഈ ഫോഴ്സ് ചെയ്ത ആൾക്കാരുടെ പൊടി പോലും ഒന്നും കാണില്ല, നമ്മൾ തന്നെ സഫർ ചെയ്യേണ്ടി വരും. ആക്ച്വലി ഈ മാരേജിനൊക്കെ ഒരു ടൈമുണ്ടോ? എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ ഇൻഡിപെൻഡന്റ് ആവുന്നത്, അതുപോലെ തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള പേഴ്സണെ എപ്പോഴാണോ കണ്ടുമുട്ടുന്നത്, അതല്ലേ ദ ബെസ്റ്റ് ടൈം. ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ ജസ്റ്റ് ഒന്ന് കമന്റ് ബിലോ. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ഹെൽത്തി.